വെൽക്കം ടു ബ്രാറ്റിസ്ലാവ. നമ്മളിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ തൊട്ടടുത്തുള്ള കൺട്രി ആയിട്ടുള്ള സ്ലോവാക്കിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രാറ്റിസ്ലാവയിലാണ്. ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ. 1993 ആദ്യമായിട്ട് ബ്രാറ്റിസ്ലാവയിൽ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. മറ്റെല്ലാ യൂറോപ്യൻ കൺട്രികളിലെയും ക്രിസ്മസ് മാർക്കറ്റ് പോലെ തന്നെയാണ് ബ്രാറ്റിസ്ലാവയിലെ ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുവരാം. സ്നോയിൽ കുതിർന്ന ക്രിസ്മസ് ട്രാം. ആ റൂഫൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗ്രീൻ കളറിൽ എന്തൊക്കെയോ ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. പക്ഷെ സ്നോ വീണിട്ട് ആ ഡിസൈൻ ഒന്നും ശരിക്കും കാണുന്നില്ല കേട്ടോ. നമ്മുടെ ബ്രിനോയിലെ ക്രിസ്മസ് മാർക്കറ്റ്സ് പോലെ തന്നെയാണ് നവംബർ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ് ഓരോ വർഷവും ക്രിസ്മസ് മാർക്കറ്റ് ബ്രാറ്റിസ്ലാവയിൽ ഓപ്പൺ ചെയ്യുക. ഡിസംബർ 23 അത് അവസാനിക്കുകയും ചെയ്യും. പൊതുവേ ക്രിസ്മസ് മാർക്കറ്റ്സ് എന്താണെന്ന് നമ്മൾ തന്നെ പല വീഡിയോയിലും കാണിച്ചിട്ടും അതിനെപ്പറ്റി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഓരോ പ്രധാനപ്പെട്ട യൂറോപ്യൻ സിറ്റിയിലും മെയിൻ സ്ക്വയറിലൊക്കെ തന്നെ ഒരു ക്രിസ്മസ് ട്രീയും അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസും ചെറിയ ചെറിയ ക്രിസ്മസ് സ്റ്റാളുകളും ഓപ്പൺ ചെയ്യും. ഈ സ്റ്റാളുകളിൽ ക്രിസ്മസ് ട്രീ തൊട്ടിട്ട് ഫുഡും കരകൗശല വസ്തുക്കളും വൈനും ബിയറും അതുപോലെ തന്നെ ക്ലോത്ത് ഐറ്റംസ് വരെ അവിടെ കാണാനും വാങ്ങിക്കാനും കിട്ടും. ഓരോ സിറ്റിയിലും ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ക്ലോത്തിങ്സ്, അതേപോലെ തന്നെ അവരുടെ ക്രിസ്മസ് ട്രഡീഷൻസും ഒക്കെ കാണാനും മനസ്സിലാക്കാനും കഴിയും. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ബ്രാറ്റിസ്ലാവയിലെ ക്രിസ്മസ് മാർക്കറ്റ്സ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. എന്നിരുന്നാലും ക്രിസ്മസ് മാർക്കറ്റ്സ് പകൽ കാണുന്നതിനേക്കാൾ ഭംഗി രാത്രിയായിരിക്കും. വിൻ്റർ സീസണിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ തന്നെ ഡേ ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. ഏകദേശം 3:30-4 മണിയാകുമ്പോൾ തന്നെ സൺസെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഇരുട്ടത്ത് ക്രിസ്മസ് ഡെക്കറേഷൻസും ലൈറ്റും ഒക്കെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്മസ് മാർക്കറ്റ്സ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ ബ്രാറ്റിസ്ലാവയിലെ മാഗ്നറ്റും വാങ്ങിച്ചു. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. പക്ഷേ ഇത് ക്രിസ്മസ് മാർക്കറ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വേറൊരു വ്ളോഗിൽ കാണിക്കാം. മഞ്ഞ് നീക്കുന്ന വണ്ടി. ഇപ്പം നമ്മൾ കണ്ട ക്രിസ്മസ് മാർക്കറ്റിന് തൊട്ടടുത്ത സ്ക്വയറിൽ തന്നെ വേറൊരു സെറ്റ് ഓഫ് ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ട്. ആ സ്ക്വയറിലെ മെയിൻ ക്രിസ്മസ് ട്രീ ആണ് ഈ കാണുന്നത്. ഈ ട്രീയുടെ മുകളിൽ സ്നോ വീണ് കിടക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്രിസ്മസ് മാർക്കറ്റ് നമ്മൾ കുറച്ചും കൂടെ ഇരുട്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ക്രിസ്മസ് മാർക്കറ്റ് എത്തി. പലപ്പോഴും ക്രിസ്മസ് മാർക്കറ്റിനോട് ചേർന്ന് ഒരു ചെറിയ സ്റ്റേജൊക്കെ ഉണ്ടായിരിക്കും. ക്രിസ്മസ് മാർക്കറ്റ് ലൈവാക്കാനും അതേപോലെ തന്നെ ക്രിസ്മസ് സീസൺ ഭയങ്കര ഫെസ്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് അവിടെ മിക്കപ്പോഴും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അവിടെ ആ കുഞ്ഞു സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ പ്രോഗ്രാംസിൻ്റെ ഒരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഹലോ.
hallmarks. We kindly ask you to remain careful and keep your belongings safe at all times. ഇതൊക്കെ ഒറിജിനൽ ട്രീസ് ആണ്. നമുക്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്രിസ്മസ് ട്രീ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവരൊക്കെ വീടിൻ്റെ പുറത്തൊക്കെ ഒറിജിനൽ ട്രീസ് ആണ് വെക്കുക കേട്ടോ. ഇത് ക്രിസ്മസ് മാർക്കറ്റ്സിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസ് കണ്ടില്ലേ, ഒറിജിനൽ സ്റ്റോൾസ്. ഇത് അതിൻ്റെ ഒരു മിനി രൂപമാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പോലത്തെ. ഇപ്പൊ കണ്ണൊരു കുഞ്ഞി ക്രിസ്മസ് സ്റ്റോളിൽ കയറാൻ പോവുക. ആഹാ, ഉണ്ണിയേശു ആണ് കേട്ടോ കിടക്കണത്, ബേബി ജീസസ്. ഈ ചെക്കിലൊക്കെ നമ്മൾ സാന്റാക്ലോസ് ഗിഫ്റ്റ് തരുന്നതിന് പകരം ചിലരൊക്കെ ബേബി ജീസസ് ഗിഫ്റ്റ് തരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ക്രിസ്മസ് ഈവനിങ്ങിൽ. കണ്ടോ? കണ്ണനൊരു കുതിര റൈഡൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കണ്ണ? സൂപ്പറായിരുന്നോ? കണ്ണനെ അവിടുന്ന് വരാൻ തോന്നുന്നില്ല, അതെന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിന്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് എന്തൊക്കെ വ്യത്യാസമുണ്ട്, എന്നാലും കുറേ സിമിലർ ആയിട്ട് തോന്നി. ഞാൻ പറയുന്നത് ക്രിസ്മസ് മാർക്കറ്റില്ല, ഈ സ്തൂപത്തിൻ്റെ കാര്യമാണ്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ അതേ കാസിലും കാണാം. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ഇത് ബ്രാട്ടിസ്ലാവയിലെ ഒരു ഫേമസ് ടവറാണ്, ഒരു ഒബ്സർവേഷൻ ടവറാണ്. പറ്റുകയാണെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം അല്ലേ. ക്രിസ്മസ് മാർക്കറ്റിനകത്തെ ഡെക്കറേഷൻസും ലൈറ്റും ഒക്കെ നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ പൊതുവേ ഈ ഒരു സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട യൂറോപ്യൻ സിറ്റീസിലൊക്കെ തന്നെ സിറ്റി സെൻറ്ററിൽ മാത്രമല്ല, അല്ലാതെ നമ്മൾ പോകുന്ന വഴിക്കും പ്രധാനപ്പെട്ട കാസലിൻ്റെ അവിടെയും ഒക്കെ ഒരുപാട് ക്രിസ്മസ് ഡെക്കറേഷൻസും ലൈറ്റ്സും കാണാൻ പറ്റും. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ പരമാവധി, അതായത് ക്രിസ്മസ് മാർക്കറ്റിന് പുറത്തുള്ള 1-2 കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. പിന്നെ ബ്രാട്ടിസ്ലാവ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് വേറെ ചെയ്യാം. അതായത് നമ്മൾ വേറെ 1-2 സ്ഥലങ്ങളും കൂടെ അവിടെ കാണാൻ പോയിരുന്നു. അപ്പോൾ ആ വിഷ്വൽസൊക്കെ കൂടെ ഒരു ബ്രാട്ടിസ്ലാവ വ്ളോഗ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ വ്ളോഗിൽ ക്രിസ്മസ് മാർക്കറ്റ്സും അതേപോലെ തന്നെ കുറച്ച് ക്രിസ്മസ് കാഴ്ചകളും കൂടിയാണ് നിങ്ങളെ കാണിച്ചത്. നമ്മുടെ ബ്രാട്ടിസ്ലാവ കാസിലാണ് കാണുന്നത്. കാസിലിൻ്റെ വേറൊരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. ബ്രാട്ടിസ്ലാവ ക്രിസ്മസ് മാർക്കറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്, ബൈ ബൈ.